ദൈവനാമം മഹത്വപ്പെടുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം ചിലത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ അതിനായിട്ട് നമ്മളെ തന്നെ അങ്ങ് അനുവദിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക. രണ്ട് കാര്യങ്ങൾ ഇന്നും നാളെയുമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഒന്നാമതായിട്ട് മറിയ പറഞ്ഞ പദമാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. ആ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. യോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം, അവളുടെ ലൈഫിലെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത്, ദൂതൻ വന്ന് മറിയോട് പറയുമ്പോൾ മറിയ ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് വേറെ ആരെങ്കിലും ഒന്ന് നോക്കിക്കൂടായോ? എൻ്റെ വിവാഹം ഉറച്ചിരിക്കുക, അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വിവാഹം നടക്കുകയാണ്, എങ്ങനെയാ ഈ വിഷയത്തിനകത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നൊരു ന്യായമായ ചോദ്യം ചോദിച്ച് മറിയ ഒഴിഞ്ഞു മാറേണ്ടതാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ മറിയ എന്താ ചെയ്തത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് വെച്ചാൽ, എൻ്റെ വിവാഹ ബന്ധത്തെക്കാട്ടിൽ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന യോസഫ് എന്ന് പറയുന്ന പുരുഷനെക്കാട്ടിൽ എനിക്ക് വലുത് ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്നതാണ്. അങ്ങനെ പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയോ ദൈവമക്കളെ? ചില കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെ മുന്നിട്ടിറങ്ങുക, പെട്ടെന്ന് ദൈവം പറയും വേറെ ഇന്ന കാര്യം ചെയ്യ് എന്ന് പറഞ്ഞാൽ, ഫിലിപ്പോസ് ശമരിയയിൽ വലിയൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ദൈവം പോകാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചതുപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമോ? തയ്യാറായാൽ നമുക്കത് അനുഗ്രഹമാ, തയ്യാറായാൽ നമുക്കത് ഭയങ്കര വിടുതലാ. എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ കര നമ്മുടെ കൂടെ നിൽക്കും, ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വമെടുക്കും. മറിയുടെ വിഷയത്തിലേക്ക് വരട്ടെ. അവള് ഹല്ലേലൂയ ഈ സുപ്രധാനമായ തീരുമാനമെടുക്കുമ്പോൾ വരുംവരായികളെക്കുറിച്ച് അവൾ അറിയാത്തവളല്ല. ആമേ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പോവുകയാണ്. ആമേ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്, എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞൊരു സമർപ്പണം അവിടെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാനുള്ള ആത്മാവിൻ്റെ കരുത്തുകൂടെയാണ് അവൾ പ്രാപിച്ചത്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ചില തീരുമാനങ്ങൾ എടുക്കാൻ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്തിട്ട്, എന്തേ നീ വൈകുന്നേ? എന്തേ നീ അതിന് കാലതാമസം വെക്കുന്നത്? ഹല്ലേലൂയ. മറിയ പറഞ്ഞതുപോലെ സഡനായിട്ട് പറയണം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പറയാമോ? ജീവിതം ഇന്ന് വരെ കാണാത്ത വലിയ വഴിത്തിരിവുകളിലേക്ക് നയിക്കപ്പെടും, വലിയ വഴിത്തിരിവുകളിലേക്ക് നയിക്കപ്പെടും. യഥാർത്ഥത്തിൽ എന്താ അവൾ ചിന്തിക്കാൻ പോകുന്നേ? യോസഫ് പോലും അവൾ ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തീരുമാനം അവൾ എടുക്കുന്നത്. പക്ഷെ അവൾ ആ തീരുമാനം എടുത്തപ്പോൾ യോസഫ് അവളെ ഉപേക്ഷിച്ചോ? ഇല്ല. നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട എന്നുള്ളൊരു ദൈവശബ്ദം അവന് കിട്ടി. മറിയ ഇവിടെ ദൈവത്തെ അനുസരിച്ചു. അവളുടെ ഈ കാര്യം യോസഫിനോട് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, അംഗീകരിക്കത്തില്ല. എന്നാൽ ദൈവ യോസഫിനോട് സംസാരിച്ചു, നിന്റെ ഭാര്യ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. കുഞ്ഞെ, ചില ആത്മീക വിഷയത്തിനകത്ത് ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ബന്ധം എനിക്ക് നഷ്ടമായി പോകുമോ? ആ വ്യക്തി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? ആ വ്യക്തി എനിക്കെതിരായി നോ, നീ ചിന്തിക്കേണ്ട, ഒന്നും നിനക്കെതിരാകത്തില്ല. നീ ദൈവത്താലല്ലേ ആ തീരുമാനം എടുക്കുന്നത്. തൽക്കാലത്തേക്ക് നിനക്കെതിരായിട്ട് തോന്നിയാലും അന്തിമമായിട്ട് നിനക്കതൊരു അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ആ കൊച്ചു പെൺകുട്ടി, ആ ബാല്യക്കാരി, ആ കന്യകയായ മറിയ തീരുമാനമെടുത്തു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അത്യുന്നതത്തിൽ നെല്ലിട്ടു, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു. ആമേൻ, ഒരു കുഞ്ഞ് ജനിച്ചു. ആമേൻ, ദൈവപുത്രൻ എന്ന് അവൻ വിളിക്കപ്പെട്ടു.
പിതാവാ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ആ പുത്രനിലൂടെ നിറവേറാൻ ഇടയായിത്തീർന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ ഇഷ്ടം പൂർണ്ണ ഹിതത്തിൽ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന്. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പൂർണ്ണമായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കത്തക്ക വിധത്തിൽ, കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിക്കത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തിയും ഒരു ദൈവനീതിയും ഒരു ദൈവിക ഇടപെടലും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മുദ്രയിടുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഉചിതമായ തീരുമാനങ്ങൾ ധീരമായ ചുവടുവയ്പ്പോടുകൂടെ കറക്റ്റ് ടൈമിലെടുത്താൽ എന്നെന്നും തലമുറകൾ ഓർക്കുന്ന അനുഗ്രഹമായിട്ടത് മാറും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.